Dear student, Assalamu alaikum. Let us continue our chapter. Yes, pair of linear equations in two variables. Okay, today our topic equation reducible to a pair of linear equations. Previous class we discussed substitution method. Substitution method or cross multiplication method. Yeah, cross multiplication method for solving pair of linear equations. But today equation reducible to a pair of linear equations. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഇക്വേഷനിലേക്കും റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, യെസ്. സോൾവ് ദ പെയർ ഓഫ് ഇക്വേഷൻ. സോൾവ് ദ പെയർ ഓഫ് ഇക്വേഷൻസ്. സോൾവ് ദ പെയർ ഓഫ് equations. Okay, solve the pair of equations. 2 by x plus 2 by x plus 3 by y equal to 13. The next 5 by x minus 5 by x minus 4 by y equal to minus 2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടോ, ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് നോക്കി തന്നെ കാണാൻ പറ്റും അല്ലേ. ഇതെന്തല്ല നമ്മളെ സ്റ്റാൻഡേർഡ് ഫോമിലൊരു ടൈപ്പ് അല്ല അത് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, റെഡ്യൂസിബിൾ ടു എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ആദ്യം ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യണം, എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. ലുക്ക്, ഇവിടെ 2 by x plus 3 by y equal to 30 എന്നുള്ള ഈ ഇക്വേഷന് നമ്മൾ 2 by xനെ 2 into 1 by x plus 3 by yനെ 3 into 1 by y equal to 30. Then put u equal to 1 by x. 1 by xന് u എന്ന് കൊടുക്കുക. ഓക്കെ, 1 by yക്ക് v എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ്, നമുക്ക് എങ്ങനെ മാറും? 2 into 1 by x മീൻ 2 into u, 2u plus 3 into 1 by y means 3v equal to 30. Okay, then this equation 5 by x means 5 into 1 by x minus 4 by y, yes, 4 into 1 by y equal to minus 2. Okay, 5 into 1 by x, 5, put u as 1 by x. Okay, then 5 into 1 by x, 5u minus 4v equal to minus 2. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഈ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കേസിൽ ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സോൾവ് ദ പെയർ ഓഫ് ഇക്വേഷൻ യൂസിങ് റെഡ്യൂസിബിൾ. യെസ്, സോൾവ് ദ ഇക്വേഷൻ ബൈ റെഡ്യൂസിങ് ടു എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 into 1 by x, 3 into 3 1 by y, എന്നിട്ട് 1 by xന് u എന്ന് കൊടുത്തു, 1 by yക്ക് v എന്ന് കൊടുത്തു. എന്നിട്ട് ആ ഇക്വേഷൻ എങ്ങനെ മാറും? 2u plus 3v equal to 30, 5u minus 4v equal to minus 2. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യാം. 2u plus 3v equal to 13, 5u minus 4v equal to minus 2. ഈ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഈ പെയർ ഓഫ് ഇക്വേഷനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ സോൾവ് ചെയ്തിട്ട് യുവിൻ്റെയും വിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എനി മെത്തേഡ് നമുക്ക് വി ക്യാൻ സോൾവ് ദിസ് ബൈ യൂസിങ് എനി മെത്തേഡ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓർ എലിമിനേഷൻ മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. യെസ്, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, then elimination method is to multiply this, yes, 4. Case number 1 നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8u plus 12v equal to 52. Okay, then second equation 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15u minus 12v equal to minus 6. Okay, then
അപ്പോൾ നമുക്കൊരു തേർഡ് ഇക്വേഷനും ഒരു ഫോർത്ത് ഇക്വേഷനും കിട്ടും അല്ലേ. ദെൻ ജസ്റ്റ് സബ്ട്രാക്ട് 4 ഫ്രം 3. 3 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓർ 4 നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സബ്ട്രാക്ട് 3 ഫ്രം 4. 4 minus 3. Okay, yes. And 15u minus 8u. Yes, 7u. 7u. Then minus 12v. അപ്പോൾ ഇവിടെ മൈനസ് 20. യെസ്, അപ്പോൾ ഇവിടെ എലിമിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം. 4 plus 3 രണ്ടും ആഡ് ചെയ്യുമ്പോൾ 15u plus 8u. 15u plus 8u 23u. അപ്പോൾ മൈനസ് 12 പ്ലസ് 12v ക്യാൻസൽ, എലിമിനേറ്റ് ചെയ്ത് പോകും അല്ലേ. യെസ്, ദെൻ ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 52. മൈനസ് 6 പ്ലസ് 52. ദെൻ 23u ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 52. 46. That u equal to 46 divided by 23 equal to u equal to 2. U equal to 2. Yes, u equal to 2. Then yes, then what is the value of v? What is the value of v? U equal to 2. Then what is the value of v? Yes, put this 2 means u in equation number 1 or 2. നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം, അതാവും കുറച്ചും കൂടി ഈസി. ഓക്കെ, യെസ്, സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. u ഈക്വൽ ടു 2 എന്നുള്ളത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 5 into 2 minus 4v ഈക്വൽ ടു -2. അപ്പോൾ 10 minus 4v ഈക്വൽ ടു 2. സോറി, -2. 10 minus 4v ഈക്വൽ ടു -2 ആണെങ്കിൽ യെസ് 10 minus 2 ഇങ്ങോട്ട് വരുമ്പോൾ +2 equal to 4v. 10 plus 2 equal to 4v. 12 equal to 4v. Then v equal to means 4v equal to 12 ആണെങ്കിൽ v equal to 12 by 4 equal to 3. v equal to 3. u equal to 2 and v equal to 3. Okay. Then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ഉം y ഉം ആണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടില്ല, ആൻസറിൽ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ല. എക്സും വൈ ആണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ യു കിട്ടി, ബി കിട്ടി. ഇനി നമ്മൾ ആ യുവിന് ബിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, വി നോ ദാറ്റ് യു ഈക്വൽ ടു 1 by x മീൻസ് 2 equal to 1 by x. From here x equal to 1 by 2. x equal to 1 by 2. x equal to 1 by 2. Then v equal to 1 by y means 3 equal to 1 by y. y equal to 1 by 3. x equal to 1 by 2 and y equal to 1 by 3. Clear? Write it on your notebook. Yes. Okay, the next question. Solve the following pair of equation. Solve the following pair of equation by reducing them to a pair of linear equation. Reducing them to a pair of linear equations. Reducing them to a pair of linear equations. Reducing them to a pair of linear equation. Yes, 5 divided by x minus 1 plus 1 divided by y minus 2 equal to 2. 6 divided by x minus 1 minus 3 divided by y minus 2 equal to 1. The two equations. Okay. അപ്പോൾ നമ്മളിവിടെ reducing the pair of equation them to a pair of
ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷൻ ആക്കിയിട്ട് നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷനിൽ 5/x-1 പ്ലസ് 1/y-2 ഈക്വൽ ടു 2. ഈ ഇക്വേഷനിൽ നമ്മൾ 5/x-1നെ 5 ഇൻറ്റു 1/x-1 എഴുതിക്കൂടെ, പ്ലസ് 1/y-2 ഈക്വൽ ടു 2. 6/x-1നെ 6 ഇൻറ്റു 1/x-1 മൈനസ് 3 ഇൻറ്റു 1/y-2 ഈക്വൽ ടു 1. 3/y-നെ 3/y-2നെ 3 ഇൻറ്റു 1/y-2. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ പുട്ട് u ഈക്വൽ ടു 1/x-1, v ഈക്വൽ ടു 1/y-2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് ചേഞ്ച് ആവും? 5 ഇൻറ്റു 1/x-1 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു u പ്ലസ് 1/y-2 v ഈക്വൽ ടു 2. This equation 6u minus 3v ഈക്വൽ ടു 1. ഇപ്പോൾ വേറെ ലീനിയർ ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് സോൾവ് ചെയ്തിട്ട് ഇതിൽ നിന്ന് യുവും ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. Case number 1, case number 2. Elimination method, you can use elimination or cross multiplication method or substitution method. Okay, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലിമിനേഷൻ മെത്തേഡ് ആയിക്കോട്ടെ. ഓക്കെ, യെസ്. ദെൻ മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 1 വിത്ത് 3. ഓക്കെ, ദെൻ 15u പ്ലസ് 3v ഈക്വൽ ടു 2. Then equation number 2നെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ നമ്പർ 2 അങ്ങനെ തന്നെ നോട്ടെ നമുക്ക്, ബിക്കോസ് നമുക്ക് വിൻ്റെ ടേം ഇവിടെ 3v കിട്ടി, ഇവിടെ ഓൾറെഡി 3v, അപ്പോൾ നമുക്ക് അതാണല്ലോ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, യെസ്. സെക്കൻഡ് ഇക്വേഷന് അതേപോലെ തന്നെ നമുക്ക് എഴുതാം. 6u മൈനസ് 3v ഈക്വൽ ടു 1 എന്നുള്ള സെക്കൻഡ് ഇക്വേഷൻ തന്നെ നമ്മൾ എഴുതി. ഇത് രണ്ടും നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യാം അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴായിരിക്കും 3 പ്ലസ് 2 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 15u പ്ലസ് 6u 21u. വിൻ്റെ ടേം ക്യാൻസൽ ആയിപ്പോയി അല്ലേ? പ്ലസ് 3v പ്ലസ് മൈനസ് 3v ക്യാൻസൽ, എലിമിനേറ്റ് ചെയ്ത് പോയി. ഈക്വൽ ടു 2 പ്ലസ് 1 3. അപ്പോൾ 21u ഈക്വൽ ടു 3. ദെൻ u ഈക്വൽ ടു 3/21 ഈക്വൽ ടു 1/7. u ഈക്വൽ ടു 1/7. ഓക്കെ, ദെൻ what is the value of v? What is the value of v? Yes, what is the value of, yes, സോറി, ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നപ്പോൾ ഈ 2നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്കത് വീണ്ടും ചെയ്യാം. ഓക്കെ, തേർഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ മീൻസ് നമ്മൾ 3 കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തില്ല, എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2നെ നമ്മൾ
3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോയി, അത് നമുക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഇവിടെ 6. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ അതേപോലെ തന്നെ നമ്മൾ ചെയ്യാം. 6u മൈനസ് 3v ഈക്വൽ ടു 1. ഓക്കെ, ദെൻ നമുക്ക് 2 ഇക്വേഷനും ആഡ് ചെയ്യാം. തേർഡ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, തേർഡ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് ആഡ് ചെയ്യാം. യെസ്, 15u പ്ലസ് 6u യെസ് 21u equal to 6 plus 1 7. Then u equal to 7 by 21 equal to 1 by 3. u equal to 1 by 3. Okay, then next നമുക്ക് v കണ്ടുപിടിക്കണം. v ന്റെ വാല്യൂ അല്ലേ, v ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. v ഈ u എന്നുള്ള 1/3 നമുക്ക് ഈ ഇക്വേഷനിലോ കൊടുത്തിട്ട് v കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ കൊടുക്കാം. ഓക്കെ, then 5 into u means 5 into 1/3 plus v equal to 2. Okay, then 5 into 1/3 5/3 plus v equal to 2. Then v equal to 2 minus 5/3. v equal to 2 into 3 6. 6 minus 5 all divided by 3 equal to 1/3. v equal to 1/3. v 1/3 and u 1/3. Okay, then നമുക്ക് x ന്റെ y ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ u means 1/x minus 1. u 1/x minus 1 ആണ്. അപ്പോൾ u ന്റെ വാല്യൂ നമുക്ക് ഇവിടെ 1/3. 1/3 1/x minus 1. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ 1 into x minus 1 x minus 1 equal to 1 into 3 3. ഒരു ഫോർത്ത് ഇക്വേഷൻ വന്നു. ഓക്കെ, ദെൻ u ഇതാണ്, vയോ v 1 divided by y minus 2. 1 divided by y minus 2. 1 divided by y minus 2. v means 1/3. 1/3 equal to 1 divided by y minus 2. അപ്പോൾ 1 into y minus 2 y minus 2 equal to 1 into 3 3. ഒരു ഫിഫ്ത്ത് ഇക്വേഷൻ കിട്ടി. y minus 2 equal to 3, x minus 1 equal to 3. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം നമുക്ക് എക്സും വൈയും കിട്ടണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ചെയ്തത് ഇതിനെ റെഡ്യൂസ് അല്ലേ, ഫോമിൽ ലീനിയർ പെയറോ ലീനിയർ ഇക്വേഷൻ ആക്കി റെഡ്യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്തു. എന്നിട്ട് യുവും വിയും കൊടുത്തു. എന്നിട്ട് നമ്മളത് എലിമിനേഷൻ മെത്തേഡിലൂടെ യു കണ്ടുപിടിച്ചു. ആ യു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി കണ്ടുപിടിച്ചു. ബട്ട് നമുക്കറിയാം യു വി എന്ന് പറഞ്ഞാൽ 1/x minus 1 1/y minus 2 ആണ്. അപ്പോൾ അവിടെ കൊടുത്ത് നമുക്ക് വേറൊരു ഇക്വേഷൻസ് ആണ് കിട്ടിയത്. അത് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ x minus 1 equal to 3 എന്നുള്ളൊരു ഇക്വേഷൻ, ഇവിടെ ഒരു ഫിഫ്ത്ത് ഇക്വേഷൻ y minus 2 equal to 3 എന്നുള്ളൊരു ഫിഫ്ത്ത് ഇക്വേഷൻ. ഇത് രണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ x minus 1 equal to 3 ആകുമ്പോൾ x equal to x minus 1 equal to 3 ആകുമ്പോൾ x equal to 4. ഓക്കെ, y minus 2 equal to 3 ആകുമ്പോൾ y equal to 3 plus 2 5. x equal to 4 and y equal to 5. Clear? x equal to 4 and y equal to 5. Yes, x equal to 4 and y equal to 5 is correct. Okay, then let us move the next question. Okay, yes. A boat goes 30 kilometer upstream, 30 kilometer upstream. 30 kilometer upstream. And 44 kilometer downstream. 44 kilometer downstream. In 10 hours. It can go 40 kilometer upstream and 55 kilometer downstream. 40 kilometer upstream
55 kilometer downstream. 55 kilometer downstream. Full stop. Once more question. ചെറിയൊരു ഒരു പ്രാവശ്യം കൂടി പറയാം question. A boat goes 30 kilometer upstream and 44 kilometer downstream in 10 hours. Okay, full stop. In 13 hours, it can go 40 kilometer upstream and 55 kilometer downstream. Determine the speed of the stream and that of the boat in still water. Yes, what is the meaning of question? 10 hours കൊണ്ട് 30 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്കും 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്കും സഞ്ചരിക്കും ബോട്ട്. അപ്പോൾ ടോട്ടൽ ടൈം എടുത്തത് 10 hours. എന്നാൽ 13 hours എടുക്കും. എപ്പോൾ 40 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്കും 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്കും. സെയിം ബോട്ട് 40 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്ക് പോകാനും 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്ക് വരാൻ ടോട്ടൽ ടൈം എടുത്തത് 30 hours. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്കിവിടെ പറയാം. ഇതിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിറ്റർമൈൻ ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം ആൻഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും. സ്പീഡ് ഓഫ് ദി സ്ട്രീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ എന്താണ്? ഡിറ്റർമൈൻ ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം ആൻഡ് ദാറ്റ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പോൾ നമുക്ക് എക്സും വൈയും ഇവിടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാക്കണം. 2 ഇക്വേഷൻസ് ഇവിടെ വരും. അപ്പോൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് ഇവിടെ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ എക്സും വൈയും പിടിക്കുക. അപ്പോൾ എക്സിന് ഏത് കൊടുക്കുക നമ്മൾ? എസിന് എന്താ കൊടുക്കുക നമ്മൾ? എക്സ് ആയിട്ട് ഏതെടുക്കും? ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. Let us take speed of the boat in still water. Still water ഏതായിട്ട് കൊടുക്കുക? എക്സ്. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എക്സ്. ഓക്കെ, ദെൻ speed of the stream 6 km/h. Then speed of the stream. Speed of the stream. What is speed of the stream? Yes, by y km/h. y km/h. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ്. അപ്പോൾ നമ്മൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം y ആയിട്ട് എടുത്തു. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ x km/h ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തു. ഓക്കെ, സ്പീഡ് ഓഫ് ദി ബോട്ട് സ്റ്റിൽ വാട്ടർ x km/h. സ്പീഡ് ഓഫ് ദ സ്ട്രീം നമ്മൾ y km/h. ഓക്കെ, ദെൻ യെസ്. അപ്പോൾ നമുക്ക് ഇവിടെ അപ്സ്ട്രീമിലെ സ്പീഡ് എന്തായിരിക്കും? അപ്സ്ട്രീമിലെ സ്പീഡ്, ബോട്ടിൻ്റെ സ്പീഡ്, അപ്സ്ട്രീമിൽ ഉണ്ടാകുന്ന സ്പീഡ് നമുക്ക് എങ്ങനെ പറയാം? ഡൗൺ സ്ട്രീമിൽ സംഭവിക്കുന്ന സ്പീഡ് നമുക്ക് എങ്ങനെ പറയാം? യെസ്, സ്പീഡ് ഓഫ് ദ ബോട്ട് ഡൗൺ സ്ട്രീം. സ്പീഡ് ഓഫ് ദ ബോട്ട് ഡൗൺ സ്ട്രീം. യെസ്, സ്പീഡ് ഓഫ് ദ ബോട്ട് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം. സ്പീഡ് ഓഫ് ദ ബോട്ട് ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം ഒഴുക്കിനനുസരിച്ച് നമ്മളിങ്ങനെ പോവുക. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബോട്ട് എക്സ് പ്ലസ് വൈ km/h. എക്സ് പ്ലസ് വൈ km/h. ഓക്കെ, ദെൻ സ്പീഡ് ഓഫ് ദ ബോട്ട് അപ്സ്ട്രീം. സ്പീഡ് ഓഫ് ദ ബോട്ട് അപ്സ്ട്രീം. upstream. Speed of the boat upstream. Yes. എതിരെ, ഒഴുക്കിനെതിരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് നമുക്ക് എങ്ങനെ പറയാം? യെസ്, എക്സ് മൈനസ് വൈ km/h. എക്സ് മൈനസ് വൈ km/h. ഫസ്റ്റ് നമ്മൾ
speed of the boat, still water speed of the boat x kilometer per hour ആയിട്ട് through. Then സ്പീഡ് ഓഫ് ദ സ്ട്രീം y കിലോമീറ്റർ പെർ അവർ ആയിട്ട്, ബിക്കോസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സും വൈ ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ദെൻ നമ്മൾ സ്പീഡ് ഓഫ് ദ ബോട്ടിംഗ് ഡൗൺ സ്ട്രീം എക്സ് പ്ലസ് വൈ, അപ്പ് സ്ട്രീമിൽ സ്പീഡ് ഓഫ് ദ ബോട്ട് എക്സ് മൈനസ് വൈ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻസ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഇക്വേഷൻസ് ചെയ്താലോ? ഇക്വേഷൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഇക്വേഷൻസ്, യെസ്, we know that speed equal to distance by time, speed equal to distance by time, then time equal to distance by speed. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടോട്ടൽ 10 hours മീൻസ് T1 എങ്ങനെ നമുക്ക് പറയാം, 30 കിലോമീറ്റർ അപ്പ് സ്ട്രീമിലേക്ക്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ഈ T1 10 hours എന്നുള്ള ടൈം എങ്ങനെയാണ് സംഭവിച്ചത്? 30 കിലോമീറ്റർ അപ്പ് സ്ട്രീമിലേക്കും 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്കും സഞ്ചരിച്ചിട്ടാണ് ഈ 10 hours എന്നുള്ള ടോട്ടൽ ടൈം കവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടൈം 10 hour എന്നുള്ളത് എങ്ങനെ എഴുതും? 30 കിലോമീറ്റർ അപ്പ് സ്ട്രീമിലേക്ക് സഞ്ചരിക്കുമ്പോൾ ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 30, അപ്പ് സ്ട്രീമിലെ സ്പീഡ് യെസ് എക്സ് മൈനസ് വൈ, പ്ലസ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 44 ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എക്സ് പ്ലസ് വൈ, ദെൻ ഇസ് ഓവർ. ദെൻ 30 കിലോമീറ്റേഴ്സ് വരുന്നത് 40 കിലോമീറ്റർ അപ്പ് സ്ട്രീമിലേക്കും 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്കും, 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്ക്, ടോട്ടൽ 13 hours. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ അറിയാലോ. ഇതിപ്പോൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ട്രൈ ഇറ്റ്സ് ഓൺ യുവർ നോട്ട്ബുക്ക്. ജസ്റ്റ് കൺവേർട്ട് ഇറ്റ് ഇൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഓർ റെഡ്യൂസ് ടു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. Put 1 by x minus y u, 1 by x plus y v. Yes. Yes, equation. Yes. 30u plus 44v equal to 10. Then 40u plus 55v equal to 30. ഈ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യൂ. ഇതിനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എനി മെത്തേഡ് യു ക്യാൻ യൂസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് u and v. Then but u 1 by x minus y, v 1 by x plus y, 1 by x plus y. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എക്സും വൈയും സോൾവ് ചെയ്യണം. ഓക്കെ, what is the value of u? Try or find out the value of u and v. You can use elimination method or substitution method for these equations. And yes, u I think cross multiplication method കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ ഒരു ടൈപ്പ്. ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ നമുക്ക് u ഈക്വൽ ടു 1/5, u ഈക്വൽ ടു 1/5, യെസ്, u ഈക്വൽ ടു 1/5, v ഈക്വൽ ടു യെസ്, v ഈക്വൽ ടു 1/11, v ഈക്വൽ ടു 1/11, യെസ് കറക്റ്റ്, v ഈക്വൽ ടു 1/11. അപ്പോൾ യുവും വിയും കിട്ടി. ഇനി നമ്മൾ എക്സും വൈ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, എങ്ങനെ കണ്ടുപിടിക്കും? u means 1 by x minus y equal to 1/5. v means 1 by x plus y equal to 1/11. Okay. Then
equation become 5 equal to x minus y. 11 equal to x plus y. ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും ഈസി അല്ലേ സോൾവ് ചെയ്യാൻ. നമുക്ക് രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ 11 plus 5 16 equal to x plus x 2x plus y plus minus y cancel. Then 2x equal to 16, x equal to 16 by 2 equal to 8, x equal to 8. Then find the value of y. Yes, find the value of y. Find the value of y. Find the value of y. Yes, y equal to 3. Y equal to 3. X equal to 8 and y equal to 3. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ പെയർ ഓഫ് ഇക്വേഷൻസ് ആക്കുക. ഇക്വേഷൻസ് ആകുമ്പോൾ അത് നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ഫോമിൽ അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക. ദെൻ നമുക്ക് പ്രീവിയസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്യുക. ഓക്കെ, യെസ്. There is a question, take as your homework. Exercise 3.6. Exercise 3.6. From question number 1, mark first one means 1 by 2x plus 1 by 3y equal to 2. Okay. Then sixth one means 6x plus 3y equal to 6xy. 2x plus 4y equal to 5xy. Okay. Then from second question you can tick third one. Okay. Then see you next class. Thank you.